ഇത്രയും നല്ല കാസ്റ്റും കാര്യങ്ങളൊക്കെ കൈ കിട്ടിയിട്ട് അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തൊരു സിനിമയുടെ റിവ്യൂ ആണ് നമ്മളിന്ന് പറയുന്നത്. പാട്രിയോട്ട്. ആദ്യം തന്നെ ഡയറക്ടർ മഹേഷ് നാരായണൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓഫ് എന്നുള്ള സിനിമ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ സിനിമയുടെ പോസിറ്റീവുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സുഷീൻ്റെ മ്യൂസിക് അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മഹേഷ് നാരായണൻ ഒരു എഡിറ്ററും കൂടിയാണ്. അദ്ദേഹം ഈ പടത്തിനകത്ത് ഒരു ഭാഗം എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു എഡിറ്റിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. നമുക്ക് സൗണ്ട് മിക്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സൗണ്ട് മിക്സിങ് നല്ലതായിരുന്നു. വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ആ ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്ത് ഫഹദ് ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സത്യമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വിജയൻ്റെ ഒരു സിനിമയ്ക്കകത്ത് വിജയ് ഫ്ലൈറ്റ് ഓടിച്ചിട്ട് മെയ്ഡേ മെയ്ഡേ എന്നൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കോപ്പറായി കാണിച്ച് വയ്ക്കുമെന്ന് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നല്ല നൈസായിട്ട് സ്മൂത്തായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഹാറ്റ്സ് ഓഫ്. നല്ലൊരു ടീം വർക്കാണ്. നല്ല വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡെല്ലാം ഇറ്റ്സ് ടോപ്പ് നോഷ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി ഭയങ്കര മികവുള്ള ഒരു നല്ല സിനിമയാണ് പാട്രിയോട്ട്. അപ്പോൾ നമുക്കിനി സിനിമയുടെ കഥയിലോട്ട് വരാം. സിനിമയുടെ കഥ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാനൊരു ഷോർട്ടായിട്ട് പറയാം. നമ്മൾ ഈ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു കഥ. ആ കഥേനെ ഒന്ന് റീവാമ്പ് ചെയ്ത് ഒരു മലയാളം സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ ആപ്റ്റ് ചെയ്ത് ഇച്ചും കൂടെ സ്റ്റാൻഡേർഡൈസ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സിനിമയുടെ ഒരു ഏകദേശം കഥയുടെ പോക്ക്. കഥ എന്താണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതാവും എന്നും പറഞ്ഞാൽ അത്ര മോശപ്പെടാമെന്നൊന്നും അല്ല കേട്ടോ പറയണേ. നിങ്ങൾ മോഹൻലാൽ ഫാൻസ് മമ്മൂട്ടി ഫാൻസ് ഒന്നും എന്നെ കടിച്ചു കയറാൻ വരരുത്. പടം അത്ര മോശമുള്ള പടമൊന്നുമല്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇത്രയും നല്ല കാസ്റ്റ് ഉണ്ട് കയ്യിൽ. മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ കുഞ്ചാക്കോ ബോബനും ഫഹദ് പടത്തിനകത്ത് അടിപൊളിയാണ് കേട്ടോ. ഫഹദിനെ നന്നായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫഹദിൻ്റെ ക്യാരക്ടർ നല്ലതാണ്. ഫഹദിന് ആപ്റ്റായിട്ടുള്ളൊരു റോളാണ്. കുഞ്ചാക്കോ ബോബൻ്റെ റോളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അദ്ദേഹത്തിന് കിട്ടിയ റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇച്ചിയും കൂടെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നി. എനിക്കിതിനകത്ത് ഏറ്റവും മര്യാദയ്ക്ക് ഉപയോഗിക്കാത്ത ആൾക്കാരായിട്ട് തോന്നിയത് മോഹൻലാലും മമ്മൂട്ടിയാണ്. അവർക്കൊരു ഔറയുണ്ട്. അവർക്ക് മലയാളത്തിൽ എല്ലാവരും ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സിനിമയ്ക്കകത്തില്ലായിരുന്നു. പിന്നെ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും പ്രൊമോ വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു. അതിനകത്ത് ആരാണ് ഹീറോ, ഇത് സ്റ്റോറി സെൻട്രിക് മൂവിയാണ്, ഇതിനകത്തൊരു ഹീറോ ഇല്ല എന്നുള്ള ഒരു ഡയലോഗ് അവർ ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി അറിയാം. പക്ഷേ ഇതിനകത്ത് അവരന്ന് പറഞ്ഞ ഹീറോ എന്ന് പറയുന്ന സ്റ്റോറി ഇതിനകത്ത് ഹീറോ അല്ല. അതാണ് ഈ സിനിമയുടെ ഒരു പ്രശ്നം. അല്ലാതെ ഇവരുടെ കാസ്റ്റിങ്ങിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവരെല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും വലിയ വലിയ നടന്മാരാണ്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ റോള് മമ്മൂട്ടി പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ഞാൻ കണ്ട തിയേറ്ററിൽ അങ്ങനെ വലിയ ഓളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാനഡയിലാണ് പടം കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ഓഡിയൻസ് അങ്ങനെയാണ്. നാട്ടിലെ കൂട്ടൊരു വൈബൊന്നുമില്ല. അതുകൊണ്ട് എനിക്കത് ശീലമായിപ്പോയി ഇവിടെ കണ്ട്. എനിക്ക് പക്ഷേ ആ നാട്ടിലെ ആ ഒരു വൈബിലൊക്കെ കാണുന്നതിൻ്റെ ഒരു ഫീല് എനിക്കറിയില്ല. ഇതിനേക്കാളും നല്ല വൈബായിരിക്കും. ഇവിടെ ആ ഒരു വൈബൊന്നും ഇല്ലായിരുന്നു. ക്വയറ്റായിരുന്നു. മമ്മൂട്ടി വന്നപ്പോൾ ഒരു കൈയടിച്ചു, മോഹൻലാൽ വന്നപ്പോൾ ഇച്ചും കൂടെ കൈയടിച്ചു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് അങ്ങനെ ഗൂസ് ബം സീൻസ് എന്നൊക്കെ പറയാൻ കുറച്ചെന്താണ്ടൊക്കെയോ അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഗൂസ് ബമ്പിന് പകരം വേണമെങ്കിൽ ഒരു തലോടൽ തരാം, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം. പക്ഷെ മൊത്തത്തിലൊരു സീരിയസ് പടം. നിങ്ങളൊരു കൊമേഴ്ഷ്യൽ ആക്സെപ്റ്റിൽ ഈ പടം കാണാൻ പോകരുത്. അങ്ങനെ കാണാൻ പോയാൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടം എന്നുള്ള രീതിയിൽ ഈ പടത്തെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കെന്തോ ഇങ്ങനത്തെ ഒരു കഥ എവിടെയൊക്കെയോ കണ്ട പോലത്തെ ഒരു കഥയാണിത്. ഞാൻ ഒത്തിരി പറയുന്നില്ല. എനിക്ക് കഥയെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടണമെന്നില്ല. ഇത് ഇന്ന് നിങ്ങൾ കാണാൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പടം. കാണാൻ പറ്റുമെങ്കിൽ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. എനിക്ക് ജസ്റ്റ് പറയാനുള്ളത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പടം പോയി കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊമേഴ്ഷ്യൽ സൈഡ് പ്രതീക്ഷിച്ച് നിങ്ങൾ കാണാൻ പോരുത്. അത്ര ഒന്നുമില്ല. പക്ഷേ ഒരു സീരീസ് ടൈപ്പ് കോൺസെപ്റ്റ് അവർ എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിവേ, ഓക്കെ ഗൈസ്, വീഡിയോ കണ്ടതിൽ താങ്ക്സ്. ഷോർട്ടായിരുന്നു എന്ന് എനിക്കറിയാം റിവ്യൂ. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. കാരണം എനിക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടിരുന്ന് കുറ്റം പറയാൻ മേല. ഞാൻ അത്രയും പ്രതീക്ഷിച്ച് പോയി കണ്ട സിനിമയാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറ്റം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്?
ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്നും കിട്ടാനില്ല. എനിക്ക് ആകെ ഉള്ളത് 100 സബ്സ്ക്രൈബേഴ്സും കണ്ട. എന്തായാലും ഞാനാണെങ്കിൽ ചുമ്മാ വീഡിയോ ഇടുന്നു. നിങ്ങളിത് കണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും. നമ്മൾ മൂവി റിവ്യൂസ് മാത്രമൊന്നുമല്ല ഈ ചാനലിൽ പറയുന്നത്. ഈ ചാനലിൽ നമ്മൾ സിനിമയെ പറ്റിയുള്ള ഇൻസൈഡർ റിപ്പോർട്ട്സ്, ഇൻസൈഡർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻസി പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അതേപോലെ സിനിമയുടെ റിലീസ് വൈകുന്നു, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഹെഡ്ഫോൺ ബ്രാൻഡുണ്ട്. അപ്പോൾ ഹെഡ്ഫോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ്, സീ യു.